ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു ബോണ്ട ഉണ്ടാക്കാം. ആലു ബോണ്ട നമ്മൾക്ക് ഈ സ്ട്രീറ്റ് സൈഡിലുള്ള കടകളിലൊക്കെ കിട്ടത്തില്ലേ, അതുപോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആലു ബോണ്ട റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുക, പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക, 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുക അതിലോട്ട്. അതിനുശേഷം ഒന്ന് ആദ്യം മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് 1 കപ്പ് കടലമാവാണ് ഞാനിവിടെ എടുക്കുന്നത്, അത് ചേർക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് മൈദ കൂടെ ചേർക്കണം. 1 കപ്പ് കടലമാവിന് 1/2 കപ്പ് മൈദ, പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. ബജ്ജി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാക്കി എടുക്കാം. ഇപ്പോൾ ഒരുമിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഇച്ചിരി ആയിട്ട് ഒഴിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്കിങ്ങനെ കട്ട കുത്താതെ നന്നായിട്ട് നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ സ്പൂണിൽ നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും. സ്പൂൺ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുവാണെങ്കിൽ അത് കറക്റ്റായിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1 മണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പം മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മൾക്ക് വെക്കണം, അതുകൊണ്ട് അത്രയും നേരം വെക്കുവാണ്. അപ്പം ഇനി ഇതിലോട്ട് നമ്മൾക്ക് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ കറിവേപ്പില, പിന്നെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കൊത്തമല്ലിയും കുറച്ച് അരിഞ്ഞതും കൂടിയിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയാണ് മസാലയ്ക്ക് വേണ്ടത്. പിന്നെ 2 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ളത് വേവിച്ച് ചതച്ച് വെച്ചതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കടുകിടുക. പിന്നെ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാം കൂടെ ഇടുക. കൊത്തമല്ലി ഇടണ്ട, ബാക്കിയെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ആദ്യം ഒന്ന്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റുക. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഗരം മസാലയും കൂടെ ചേർക്കുകയാണ്. ഞാനൊരു 1/2 സ്പൂണായി ചേർക്കണുള്ളൂ. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് ഉരുളക്കിഴങ്ങിൽ ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് മസാലയിൽ തന്നെ ചേർക്കാം. എന്നിട്ട് ഈ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം കൊത്തമല്ലിയും കൂടെ ഇട്ട് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം വറുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ടൊരു 1/4 ടീസ്പൂണോളം സോഡ പൗഡർ ചേർക്കണം, ബേക്കിംഗ് സോഡ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ബേക്കിംഗ് സോഡ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ആഡ് ചെയ്താൽ മതി, അതിന് മുൻപേ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇനി നമ്മൾക്ക് ഉരുളക്കിഴങ്ങിനെ ഇതുപോലെ റൗണ്ടാക്കി എടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് ചൂടോടെയുള്ള എണ്ണയിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഇനി ഇത് 2 സൈഡും നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കുക. അപ്പം ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബോണ്ടയാണ് കിട്ടുക. നമ്മൾക്ക് ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലായിരിക്കും കിട്ടുന്നത്. ഇതേപോലെ ചെയ്യുവാണെങ്കിൽ ശരിക്കും അങ്ങനത്തെ ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ സോഡ ഇഷ്ടമല്ല, ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് വെച്ചാൽ നേരത്തെ തന്നെ മാവ് ഉണ്ടാക്കി വെക്കുക. ഒരു ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ അതേ ബോണ്ട കണ്ടു നല്ല സോഫ്റ്റായിരിക്കുന്നുണ്ട്. ശരിക്കും ആ പുറത്ത് തട്ടുകടയിൽ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഇതുള്ളത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.